ഈ ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ 4ാമത്തെ കിങ്ഡം ആയിട്ടുള്ള ഫംഗൈ ആണ് പഠിക്കുന്നത് കേട്ടോ. ഫംഗൈ എന്ന് പറയുന്ന ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കിങ്ഡം ആണ്. അത് ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇറ്റ് ഷോ ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ്. പല ഹാബിറ്റാറ്റിലും പല മോർഫോളജിയിലും കാണുന്ന ഒരു ഓർഗാനിസാണ് ഫംഗൈ. ഫംഗൈ നമുക്ക് മോയിസ്റ്റ് ബ്രെഡിലും റോട്ടൺ ഫ്രൂട്ട്സിലും ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ കഴിക്കുന്ന സാധാരണ മഷ്റൂം മുതൽ പോയിസണസ് മഷ്റൂം വരെ എന്താണ്, ഫംഗസ് ആണ്. നമ്മൾ മസ്റ്റർഡ് ലീവ്സിന്റെ മേലെ കാണുന്ന വൈറ്റ് സ്പോട്ട്സ് ഒക്കെ പാരസൈറ്റിക് ഫംഗസ് കൊണ്ടുള്ള ഫംഗസിന്റെ അറ്റാക്ക് കൊണ്ടാണ് വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു പാരസൈറ്റിക് ഫംഗസ് ആണ് ആൽബുഗോ എന്ന് പറയുന്നത്. ആൽബുഗോ ഈസ് എ പാരസൈറ്റിക് ഫംഗസ് വിച്ച് കോസ് ദ വൈറ്റ് റസ്റ്റ് ഇൻ മസ്റ്റർഡ്. ആൽബുഗോ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നീട് കൊടുക്കുന്നുണ്ട്. ഇനി ചില യൂണിസെല്ലുലാർ ഫംഗസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ശരിക്കും ഈ ഈസ്റ്റ് നമ്മൾ പ്രോട്ടിസ്റ്റയിലാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഫംഗസ് പറഞ്ഞപ്പോൾ യൂണിസെല്ലുലാർ ഫംഗസ് ഈസ്റ്റ് ആണ് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇത് ബ്രെഡും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ യൂണിസെല്ലുലാർ ഫംഗസ് ഈസ്റ്റ് സക്കറോമൈസിസ് സെറിവേഷ്യ ആണ് കേട്ടോ. സക്കറോമൈസിസ് സെറിവേഷ്യ. സക്കറോമൈസിസ് സെറിവേഷ്യയാണ് യൂണിസെല്ലുലാർ ഫംഗസ് ഈസ്റ്റ്. ഓക്കെ, ഇനി വേറെ പല ഫംഗസും ദാറ്റ് കോസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിലും ആനിമൽസിലും ഡിസീസ് ഉണ്ടാക്കുന്ന പല ഫംഗസും ഉണ്ട്. വീറ്റ് റസ്റ്റ് അതിനൊരു എക്സാമ്പിൾ ആണ്. വീറ്റ് റസ്റ്റ് ഇറ്റ് കോസ് പുക്സീനിയ. പുക്സീനിയ എന്ന ഫംഗസ് ആണ് വീറ്റ് റസ്റ്റ് കോസ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന ഒരു പാരസൈറ്റിക് ഫംഗസ് വിച്ച് കോസ് ഡിസീസ് ഇൻ പ്ലാന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ചില ഫംഗസ് സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക് ആണ്. എക്സാമ്പിൾ ഇഫ് ഈസി പെൻസിലിയം. പെൻസിലിയം ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ആന്റിബയോട്ടിക് കോൾഡ് ആസ് പെൻസിലിൻ. പെൻസിലിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ഈ പെൻസിലിൻ ഒരു ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് ആണ്. ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ കിൽ ദ ബാക്ടീരിയ ബൈ ABC എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ആണ് കേട്ടോ. ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക് കിൽ ബാക്ടീരിയ by interfering the cell wall synthesis. Interfering in their cell wall synthesis. ഓക്കെ, ഇത് നമുക്ക് വരുന്നുണ്ട് ഇപ്പോഴേ, ഇനി വരും ചാപ്റ്ററുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞത് ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്. നമ്മൾ ആ മൈക്കോപ്ലാസ്മ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്കിന് മൈക്കോപ്ലാസ്മ റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ചില ടേംസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത് മറന്നു പോകാതിരിക്കും. ഓക്കെ, അപ്പൊ പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസ് പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് ഉണ്ടാക്കും. പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് ബാക്ടീരിയനെ കൊന്നുകളയുന്നത് അതിന്റെ ബാക്ടീരിയയുടെ സെൽ വോളിന്റെ സിന്തസിസിനെ ഇന്റർഫിയർ ചെയ്തുകൊണ്ടാണ്. ഫംഗസ് ഒരു കോസ്മോപോളിറ്റൻ നേച്ചർ ഉള്ളതാണ്. അതായത് അത് എയറിലും വാട്ടറിലും സോയിലിലും അതുപോലെ ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ കാണുന്ന ഒരു ഓർഗാനിസം ആണ്. ഓക്കെ, സാധാരണ അത് ഗ്രോ ചെയ്യുന്ന വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസിലാണ്. കുറച്ച് വാം ആയിട്ടുള്ള, കുറച്ച് ചൂടുള്ള, കുറച്ച് ഹ്യൂമിഡിറ്റി ഉള്ള എൻവറോൺമെന്റിലാണ് ഈ പറയുന്ന ഫംഗസ് വളരുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വെയർപ്പൊക്കെ നമ്മുടെ ബോഡിയിൽ ഇരുന്നാൽ കുറെ കഴിയുമ്പോൾ ഇച്ചിങ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം അവിടെ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസ് ആണ്. അപ്പോൾ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ കൈകാലുകളുടെ ഇടുക്കുകളിലൊക്കെ ഫോൾഡിംഗ് റീജിയനിലൊക്കെ ഈ പറയുന്ന ഫംഗസ് എളുപ്പം പറ്റിപ്പിടിച്ച് വളരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഫംഗസ് ഡിസ്പേഴ്സ് ചെയ്യുന്ന സ്പോർട്സ് ഒക്കെ എപ്പോഴും എവിടെ കാണും, എയറിൽ കാണും. അപ്പൊ ആ എയറിലുള്ള സ്പോർട്സ് നമ്മുടെ ബോഡിയിൽ വന്നാൽ അതിന് വളരാനുള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ കിട്ടി അത് അവിടെ വളരും. എന്നിട്ട് നമുക്ക് ഇച്ചിങ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം എന്ന് പറയാനുള്ള കാരണം കേട്ടോ. നമ്മൾ ഫുഡൊക്കെ റെഫ്രിജറേറ്ററിൽ വെക്കുന്നതിന് കാരണം ഈ ഫംഗസിൽ നിന്നൊക്കെ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൊണ്ടോ ഫംഗസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫംഗസിനെ ഫുഡിനെയൊക്കെ റെഫ്രിജറേറ്ററിൽ വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഈ പാരഗ്രാഫ്. ഇതിനകത്ത് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗസ്, എങ്ങനെയൊക്കെയാണ് ഫംഗസ് സർവൈവ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. കിങ്ഡം ഫംഗൈ. Fungi constitute a unique kingdom of heterotrophic organisms. They show a great diversity in morphology and habitat. You must have seen fungi on moist bread and rotten fruit. The common mushroom you eat and toadstool എന്ന് പറയുന്ന poisonous mushroom ആണ്, are also fungi.
White spots seen on mustard leaves are due to parasitic fungus. Some unicellular fungi, example yeast, are used to make bread and beer. Other fungi cause diseases in plants and animals. Wheat rust causing Puccinia is an important example. Some are the sources of antibiotic, example penicillium. Fungi are cosmopolitan and occur in air, water, soil, and on animals and plants. They prefer to grow in warm and humid places. Have you ever wondered why we keep food in refrigerator? Yes, it is to prevent food from going bad due to bacterial or fungal infection. ഓക്കെ, ഇനി നമ്മൾ ഈ ഫംഗസിന്റെ ബോഡി എങ്ങനെയാണ് അവരുടെ താലസ് അല്ലെങ്കിൽ അതിന്റെ ബോഡി എങ്ങനത്തെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റിനെ കൂടാതെ ബാക്കി എല്ലാ ഫംഗസും, ഈസ്റ്റ് യൂണിസെല്ലുലാർ ആണ്, ബാക്കി എല്ലാ ഫംഗസും ഫിലമെന്റസ് ടൈപ്പ് ഓഫ് ഫംഗസ് ആണ്. അതിന്റെ ബോഡി കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഹൈഫ. അതായത് അതിന്റെ ബോഡി എന്ന് പറയുന്ന ലോങ് സ്ലെൻഡർ ഫിലമെന്റസ് സ്ട്രക്ചർ കോൾഡ് ഹൈഫ. ഓക്കെ, ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫ, ഇതേപോലത്തെ കുറേ ഹൈഫകൾ കൂടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ എന്ത് പറയാം, മൈസീലിയം എന്ന് പറയുന്നത്. ചില ഹൈഫ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിരിക്കും, അതായത് ചില ഹൈഫയിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉണ്ടാവും. അങ്ങനത്തെ ഹൈഫേനെ നമ്മൾ എസെപ്റ്റേറ്റ് ഹൈഫ അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫ എന്നാണ് പറയാം. അതായത് സെപ്റ്റം വോൾ വെച്ച് ഡിവൈഡ് ചെയ്യാത്ത തരത്തിലുള്ള ഹൈഫയ്ക്കാണ് എസെപ്റ്റേറ്റ് ഹൈഫ അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റ് ഹൈഫ അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതേഴ്സ് ഹാവ് സെപ്റ്റം വോൾ അല്ലെങ്കിൽ ക്രോസ് വോൾസ്. ഹൈഫയില് ഓരോ ന്യൂക്ലിയസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെപ്റ്റം വോൾ ഇതെങ്ങനെ കാണാൻ കഴിയും. ഇത് യൂണി ന്യൂക്ലിയേറ്റ് ആണ്. ഓരോ സെല്ലിന്റെ അകത്തും അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റിനകത്തും ഓരോ ന്യൂക്ലിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഫംഗസിന്റെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. കൈറ്റിൻ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഹോമോസ് പോളിസാക്കറൈഡ് ആണ്. കൈറ്റിൻ ഒരു കോംപ്ലക്സ് ഹോമോപോളിസാക്കറൈഡ് ആണ്. ഹെട്രോ അല്ല കേട്ടോ, ഹോമോപോളിസാക്കറൈഡ് ആണ്. ഒരു തരത്തിലുള്ള ഷുഗർ മാത്രമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കോംപ്ലക്സ് എന്ന് പറയാനുള്ള കാരണം ആ ഷുഗർ കോംപ്ലക്സ് ആയതുകൊണ്ടാണ്. അതായത് എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈൻ, ഇതാണ് കൈറ്റിൻ എന്ന ആ സെൽവോൾ പോളിമറിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള മോണോമർ എന്ന് പറയുന്ന എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈൻ ആണ്. എൻ അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈന്റെ ഒരു പോളിമറാണ് പറയുന്ന കൈറ്റിൻ എന്ന് പറയുന്ന കോംപ്ലക്സ് ഷുഗർ കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. With the exception of yeast, which are unicellular, fungi are filamentous. Their body consists of long, slender, thread-like structures called hyphae. The network of hyphae is known as mycelium. Some hyphae are continuous tube filled with multinuclear cytoplasm. These are called cenocytic hyphae. Others have septae or cross walls in their hyphae. The cell wall of fungi are composed of chitin and polysaccharide. Okay. ഇനി നമുക്ക് ഫംഗസിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കാം. മോസ്റ്റ് ഓഫ് ദ ഫംഗൈ ഹെട്രോട്രോഫിക് ആണ്. അത് അബ്സോർബ് ചെയ്യുന്ന സോല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫോമിലാണ് ഡെഡ് സബ്സ്ട്രേറ്റിനെ അത് അബ്സോർബ് ചെയ്യുന്നത്. അതിന് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് പറയും. എങ്ങനെയാണ് സോല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫോമില് സോല്യൂബിൾ ഓർഗാനിക് മാറ്ററിനെ ഡെഡ് സബ്സ്ട്രേറ്റിൽ നിന്ന് അത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്? അത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനാണ് നടത്തുന്നത്. അത് ജീവിക്കുന്ന പരിസരത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യുകയും പുറത്ത് കിടക്കുന്ന കോംപ്ലക്സ് ഓർഗാനിക് മാറ്ററിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ച് സിമ്പിൾ ഓർഗാനിക് മാറ്ററാക്കി മാറ്റിയതിനു ശേഷം അതിന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതാണ് സാപ്രോഫൈറ്റിക് ഫംഗസിന്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതേപോലെ പല ലിവിംഗ് പ്ലാന്റ്സിനെ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഫംഗസ് ഉണ്ട്. അത് നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയും. നമ്മൾ പറഞ്ഞു ആൽബുഗോ, അതേപോലെ തന്നെ പുക്സീനിയ, അതേപോലെ നമ്മൾ കാൻഡിഡ ആൽബിക്കൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ചെറിയ ഈ വേർതിരിക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അത് കാൻഡിഡ പോലത്തെ ഫംഗസിന്റെ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ കാൻഡിഡ് ബി എന്നൊക്കെ പറഞ്ഞിട്ട്, കാൻഡിഡ് ഓയിൻമെന്റ് ഉണ്ട്, കാൻഡിഡ് ഡ്രോപ്സ് ഉണ്ട്. അതൊക്കെ ഈ കാൻഡിഡ ആൽബിക്കൻസ് അല്ലെങ്കിൽ കാൻഡിഡ ഫംഗസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ പാരസൈറ്റിക് ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ്. അതേപോലെ തന്നെ അത് സിംബയോട്ടിക് അസോസിയേഷനിലും കാണുന്നുണ്ട്. ആൽഗെ ആയിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷനിൽ ലൈക്കൻ ഉണ്ടാക്കും. ലൈക്കൻ എന്ന് പറയുന്നത് ആൽഗയും ഫംഗസും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതേപോലെ തന്നെ ഈ ഫംഗസ്
സിംബയോട്ടിക്കലി അസോസിയേറ്റ് ചെയ്ത് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ കാണാറുണ്ട്. അതിനെ മൈക്കോറൈസൽ അസോസിയേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഒന്ന് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മോസ്റ്റ് ഫംഗൈ ആർ ഹെട്രോട്രോഫിക് ആൻഡ് അബ്സോർബ് സോലബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് ആസ് സാപ്രോഫൈറ്റ്സ്. Those that depend on living plants and animals are called as parasites. They can also live as symbionts in association with algae as lichen and with root of higher plants as mycorrhiza. Okay. ഇനി നമുക്ക് ഫംഗസിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ ക്യാൻ ടേക്ക് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഫംഗസിൽ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫ്രാഗ്മെന്റേഷൻ വഴിയാവാം. അതായത് ഈ പറയുന്ന ഹൈഫ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഓർഗാനിസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാം. ഫിഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സീ ഹിയർ ദ ഈസ്റ്റ് it will undergo fission, binary fission, and it will become as two organism. അപ്പൊ ഫിഷൻ വഴി ഇത് ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈസ്റ്റ് ക്യാൻ അണ്ടർഗോ ബഡ്ഡിംഗ്. അത് ഇതിന്റെ പുറത്തൊരു ബഡ് ഉണ്ടാക്കി ഈ ബഡ് ഡിറ്റാച്ച് ചെയ്തിട്ടും എന്താണ് പുതിയ ഓർഗാനിസ് ആയിട്ട് മാറാം. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ് ഇതൊക്കെയാണ് റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസ് എന്ന് പറയുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത് സ്പോർസ് വഴിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഓക്കേഴ്സ് ത്രൂ ദ സ്പോർസ്. സ്പോർസ് വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താം. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ്, അസെക്ഷൽ സ്പോർസ് ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോർസ് ആണ് കൊനീഡിയ, അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർസ്, അല്ലെങ്കിൽ സൂസ്പോർസ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ സ്പോർസ് ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബസീഡിയോസ്പോർസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ കൊനീഡിയം, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ് ഇതൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്നത് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബസീഡിയോസ്പോർസ് ഇതൊക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ വേരിയസ് ടൈപ്പ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചറുള്ള, അതായത് പല സ്ട്രക്ചറുള്ള ഫ്രൂട്ടിംഗ് ബോഡിയിലാണ്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ് ചെയ്യുന്ന 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. 2 സെല്ലിന്റെ പ്രോട്ടോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത്, അവിടെ 2 സെൽ എന്ന് പറയുന്ന 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമീറ്റ് ആയിരിക്കും. മോട്ടൈൽ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗ്യാമീറ്റ്, അത് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പ്ലാസ്മോഗ്യാമി എന്ന് പറയുന്നത്. അതിന്റെ പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഓക്കെ, പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്ത 2 ന്യൂക്ലിയസും ആ സിംഗിൾ പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളിൽ വരും. ആ ഫ്യൂസ്ഡ് പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളിൽ വരും. ആ 2 ന്യൂക്ലിയസ് ഒരു ഫ്യൂസ്ഡ് പ്രോട്ടോപ്ലാസത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ 2 ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂഷൻ നടക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ കോൾഡ് കാരിയോഗ്യാമി. അതിനെയാണ് നമ്മൾ കാരിയോഗ്യാമി എന്ന് പറയുന്നത്. കാരിയോ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്, ഗ്യാമി എന്ന് പറയുന്ന ഫ്യൂഷൻ. പ്രോട്ടോപ്ലാസം, പ്ലാസ്മോഗ്യാം, പ്രോട്ടോപ്ലാസം ഫ്യൂഷൻ, പ്ലാസ്മോഗ്യാമി, ന്യൂക്ലിയർ ഫ്യൂഷൻ, കാരിയോഗ്യാമി. കാരിയോഗ്യാമി കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ 2 ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഫംഗസിന്റെ ഹൈഫ ഹാപ്ലോയിഡ് ആണ്. ഫംഗസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആണ് കേട്ടോ. ഫംഗസിൽ നിന്നല്ല, ഏത് ഓർഗാനിസത്തിന്റെ ആണെങ്കിലും ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ് ആണ്. എന്താ ഗ്യാമീറ്റ് എന്ന് പറയുന്നത്? സ്പേമും ഓവം ആണ്. ഇവിടെ സ്പേം, ഓവം എന്ന് പറയാനില്ല, മെയിൽ ഗ്യാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഈ 2 ഗ്യാമീറ്റും എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഈ 2 ഗ്യാമീറ്റിന്റെയും ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ എന്താവും? ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആവും. ഈ ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിപ്ലോയിഡ് സെല്ലായിട്ട് മാറും ഈ പറയുന്ന 2 ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ സൈഗോട്ടാണ് അല്ലെ. ഈ സൈഗോട്ട് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സൈഗോട്ട് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം മിയോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എപ്പോഴും ഹാപ്ലോയിഡ് സ്പോർസ് ആണ്, ഹാപ്ലോയിഡ് സെൽസ് ആണ്. ഹാപ്ലോയിഡ് സ്പോർസ് അല്ല, ഹാപ്ലോയിഡ് സെൽസ് ആണ്. അപ്പോൾ ഒരു സെല്ല് മിയോട്ടിക് ഡിവിഷൻ നടന്ന 4 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവും നമുക്കറിയാം. അതേപോലെ തന്നെ ഒരു സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 ഹാപ്ലോയിഡ് സ്പോർസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഫംഗസ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. 2 ഹാപ്ലോയിഡ് ഹൈഫ എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് സി, ഇത് 2 ഹാപ്ലോയിഡ് ഹൈഫയാണ്. ഇതിന് 2ന്റെ ഓരോ ന്യൂക്ലിയസ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ഈ 2 ഹാപ്ലോയിഡ് ഹൈഫകൾ തമ്മിൽ ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ സ്ട്രക്ചർ ലൈക്ക് ദിസ് വിത്ത് 2 ന്യൂക്ലിയസ് ഇൻസൈഡ് ദിസ്. 2 ന്യൂക്ലിയസ്, അതായത് പ്രോട്ടോപ്ലാസം തമ്മിൽ ജോയിൻ ചെയ്തു.
അതായത് പ്ലാസ്മോഗ്യാമി നടന്നു. പ്ലാസ്മോഗ്യാമി നടന്ന് 2 ന്യൂക്ലിയസ് ഇതിന്റെ ഉള്ളിൽ വന്നു. ഈ 2 ന്യൂക്ലിയസ് തമ്മിൽ ചിലപ്പോൾ പെട്ടെന്ന് ഫ്യൂസ് ചെയ്യാം, ചിലപ്പോൾ അത് കുറച്ച് വൈകിയേ ഫ്യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനെ വൈകിയാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെല്ലിന്റെ ഈ ഒരു ഹൈഫയുടെ ഉള്ളിൽ നമുക്ക് 2 ന്യൂക്ലിയസിനെ കാണാൻ പറ്റും. ഇതിന് നമുക്ക് ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയാം. ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയാം. ഈ ഡൈകാരിയോട്ടിക് ഫേസ് സാധാരണ കാണുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഹയർ ആയിട്ടുള്ള ആൽഗയിലാണ്. ദാറ്റ് ഈസ് സീൻ ഇൻ ദ കേസ് ഓഫ് ആസ്കോമൈസിഡ്സ് ആൻഡ് ബസിഡിയോമൈസിഡ്സ്. ആസ്കോമൈസിഡ്സിലും ബസിഡിയോമൈസിഡ്സിലുമാണ് അത് കാണുന്നത്. അതിനെ ഡൈകാരിയോൺ എന്നോ അല്ലെങ്കിൽ ഡൈകാരിയോ ഫേസ് എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആ കണ്ടീഷന് നമ്മൾ ഡൈകാരിയോൺ എന്നാണ് പറയാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെല്ല് കിട്ടും. ഇതാണ് ഡിപ്ലോയിഡ് സെൽ എന്ന് പറയുന്നത്. ഇതൊരു ഡിപ്ലോയിഡ് സെല്ലാണ്, ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉള്ള ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. ഇതാണ് അതിന്റെ സൈഗോട്ട്. ഈ സൈഗോട്ട് കവർ ചെയ്തിട്ട് ഈ ഹൈഫ അങ്ങ് ഡെവലപ്പ് ചെയ്യും. ഹൈഫ അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ട് പലതരത്തിലുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവും. ഈ ഹൈഫ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഹൈഫ ഡെവലപ്പ് ചെയ്ത് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് മാറും. അപ്പോൾ പലതരത്തിലുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് ഇതിൽ നിന്ന് ഉണ്ടാവാം. അത് ഏത് തരത്തിലുള്ള ഫംഗസ് ആണെന്നനുസരിച്ചിട്ടാണ് പലതരത്തിലുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവുന്നത്. ആ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഉള്ളിലോ പുറത്തോ ഇരുന്നിട്ടാണ് ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് സൈഗോട്ട് മിയോസിസ് നടന്നിട്ട് അത് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നത്. ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നത്. എൻ സ്പോർസ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് കണ്ടീഷനുള്ള സ്പോർസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സിംഗിൾ സെറ്റ് ക്രോമസോം ഉള്ള ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് മാറുന്നത്. ഈ ഓരോ ഹാപ്ലോയിഡ് സ്പോർസും വിതർ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഹൈഫ ആയിട്ട് മാറും. ഓക്കെ, ഈ എങ്ങനെയാണോ ഈ മൈസീലിയത്തിന്റെ മോർഫോളജി, എങ്ങനെയാണോ അതിന്റെ ഉള്ളിൽ സ്പോർ ഫോർമേഷൻ നടക്കുന്നത്, അതുപോലെ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്ന സെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി സ്പോർ ഫോർമേഷൻ നടക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്ന അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ കിങ്ഡം ഫംഗൈനെ വീണ്ടും ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റീപ്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Reproduction in fungi can take place by vegetative means, that is fragmentation, fission and budding. Asexual reproduction by spores called conidia or sporangiospores or zoospores, and sexual reproduction is by oospores, ascospores, basidiospores. ഇത് ഏത് തരത്തിലുള്ള സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അനുസരിച്ചാണ് അത് പല ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. The various spores are produced in distinct structure called as fruiting bodies. The sexual cycle involves the following 3 steps. First step, the fusion of protoplasm between 2 motile or non-motile gametes called plasmogamy. Fusion of 2 nuclei called karyogamy. Meiosis in zygote result in haploid spores. When a fungus reproduces sexually, 2 haploid hyphae of compatible mating type come together and fuse. Kanda, compatible mating type hypha, it comes together and it fuse together to form the single protoplasm. Okay, in some fungi, the fusion of 2 haploid cell immediately result in diploid cell. ചിലതിനകത്ത് പെട്ടെന്ന് അത് ഡിപ്ലോയിഡ് സെൽ ആയിട്ട് മാറും. ഇതിങ്ങനെ ഡൈകാരിയോട്ടിക് ഫേസിൽ അവിടെ നിൽക്കില്ല. Okay, however, in other fungi like ascomycetes and basidiomycetes, an intervening dikaryotic stage is present. അതായത് n+n ഇങ്ങനെ ഈ 2 ന്യൂക്ലിയസ് ആയിട്ട് ഒരു സെല്ലിന്റെ ഉള്ളിൽ കുറച്ച് അധികം സമയം ഇരിക്കുന്നത് കാണാം. ആ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് ഡൈകാരിയോൺ. ആ ഫേസിന് നമ്മൾ ഡൈകാരിയോ ഫേസ് ഓഫ് ഫംഗസ് എന്ന് പറയും. പിന്നീട് later the parental nuclei fuse and the cell become diploid. The fungi form fruiting bodies in which reduction division occurs. ഈ ഹൈഫയാണ് ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെയാണ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. That lead to the formation of haploid spores. The morphology of the mycelium, mode of spore formation and fruiting bodies form the basis for the division of kingdom into various classes. ഫസ്റ്റ് ക്ലാസ് ഓഫ് ഫംഗസ് ഈസ് ഫൈക്കോമൈസിഡ്സ്. ഫൈക്കോമൈസിഡ്സിന് പറയുന്ന വേറൊരു പേരാണ് സൈഗോമൈസിഡ്സ്. ഫൈക്കോമൈസിഡ്സിന് നമുക്ക് സൈഗോമൈസിഡ്സ് എന്നും പറയാം. ഓക്കെ,
ദ ഫൈക്കോമൈസിഡ്സ് സാധാരണ കാണുന്ന അക്വാറ്റിക് ഹാബിറ്റാറ്റിലും അതുപോലെ തന്നെ ഡീക്കേയിങ് വുഡിൽ കാണാറുണ്ട്. അതായത് ദ്രവിച്ചു തുടങ്ങിയ വുഡിൽ, അതുപോലെ മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസ്, അതായത് ഇങ്ങനെ എപ്പോഴും വെള്ളം നനവുള്ള പ്ലേസസിൽ, അതുപോലെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ട്, അതായത് സ്ട്രിക്റ്റ് പാരസൈറ്റ് ആയിട്ട് പ്ലാന്റ്സിലും കാണാറുണ്ട്. ഇവരുടെ മൈസീലിയം വന്നിട്ട് അസെപ്റ്റേറ്റ് മൈസീലിയാണ്. സി ഹിയർ, ഇവരുടെ മൈസീലിയം സെപ്റ്റം മുകളിൽ വെച്ച് ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മൈസീലിയത്തിന്റെ ഉള്ളിൽ കുറേ ന്യൂക്ലിയസ് ഇങ്ങനെ അടുപ്പിച്ചുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ സീനോസൈറ്റിക് ഹൈഫയാണ് അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫയാണ് ഇവർക്കുള്ളതെന്ന് പറയാം. ഫംഗസിന്റെ ഈ ഒരു ക്ലാസ്സിൽ മാത്രമാണ് അസെപ്റ്റേറ്റ് ഹൈഫ അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫ എന്ന കണ്ടീഷൻ ഉള്ളൂ കേട്ടോ. ഓർത്തിരുന്നോളാം, ഫൈക്കോമൈസിസ് മാത്രമാണ് അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക് ഹൈഫ കാണിക്കുന്നുള്ളൂ. ഇവർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് ഒന്നുപോലെ മോട്ടൈൽ സൂസ്പോർസിനെ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ എപ്ലാനോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഈ രണ്ട് സ്പോർസും എൻഡോജീനസ്ലി, അതായത് ഉള്ളില് സ്പൊറാഞ്ചിയത്തിന്റെ ഉള്ളിലായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എപ്ലാനോസ്പോർസും സൂസ്പോർസും ഒക്കെ അസെക്ഷൽ സ്പോർസ് ആണ്. സൂസ്പോർസ് മോട്ടൈലാണ്, എപ്ലാനോസ്പോർസും നോൺ മോട്ടൈലാണ്. ഇത് സ്പൊറാഞ്ചിയം എന്ന സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ രണ്ട് തരത്തിലുള്ള സ്പോർസും. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർ സൈഗോസ്പോർ ആണ്. ഈ സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഇതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്യുന്ന ഗ്യാമീറ്റ് ചിലപ്പോൾ മോർഫോളജിക്കലി സിമിലർ ആയിരിക്കാം, ചിലപ്പോൾ മോർഫോളജിക്കലി ഡിസിമിലർ ആയിരിക്കാം, ചിലപ്പോൾ ഒരേപോലത്തെ ഗ്യാമീറ്റ് ആയിരിക്കാം. അങ്ങനത്തെ ഗ്യാമീറ്റ് ആണെങ്കിൽ അത് ഐസോഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റ് ആണെങ്കിൽ അതിനെ അനൈസോഗ്യാമസ് എന്നോ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നോ നമുക്ക് പറയാം. ഓക്കെ, ഡിസിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റ് ടേക്ക് പാർട്ട് ചെയ്യുന്നെങ്കിൽ അത് ചിലപ്പോൾ അനൈസോഗ്യാമസ് റീപ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇതിന് കുറച്ച് കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മ്യൂക്കർ ഒരു കോമൺ എക്സാമ്പിൾ ആണിത്. മ്യൂക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോർ എപ്ലാനോസ്പോർ ആണ് കേട്ടോ. മ്യൂക്കറിന്റെ അസെക്ഷൽ സ്പോർ എപ്ലാനോസ്പോർ ആണ്, ഓർത്തിരുന്നോളാം. അതേപോലെ റൈസോപ്പസ് ഈ ഗ്രൂപ്പിൽ വരുന്ന വേറൊരു എക്സാമ്പിൾ ആണ്. റൈസോപ്പസ് ബ്രെഡ് മോൾഡ് എന്നറിയപ്പെടുന്ന ഫംഗസ് ആണ് കേട്ടോ. പണ്ട് ബ്രെഡ് മോൾഡ് എന്നാണ് റൈസോപ്പസിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ ആൽബുഗോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വൈറ്റ് റസ്റ്റ് ഇൻ മസ്റ്റാർഡ് കോസ് ചെയ്യുന്ന ഒരു പാരസൈറ്റിക് ഫംഗസ് ആണ് ആൽബുഗോ എന്ന് പറയുന്നത്. ആൽബുഗോ ഒരു പാരസൈറ്റിക് ഫംഗസ് ആണ്. ഇനി വേറൊരു പാരസൈറ്റിക് ഫൈക്കോമൈസിഡിന്റെ എക്സാമ്പിൾ ആണ് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ്. ഒന്ന് എഴുതി വെച്ചോ. ഈ ഫംഗസ് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ എന്ന ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ എന്നാണ് ഈ ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഡിസീസിന് പറയുന്നത്. ഇതിനെ ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടറ്റോ എന്ന ഡിസീസ് വന്നതോടുകൂടി ഒരു വല്ലാത്ത സ്കാഴ്സിറ്റി ഉണ്ടായി ഈ റീജിയനിൽ. അതുകൊണ്ടാണ് അതിനെ ഗ്രേറ്റ് ഐറിഷ് ഫെമൈൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഫൈക്കോമൈസിസ് എന്നുള്ള ക്ലാസ് ഒന്ന് വായിച്ചു നോക്കാം. ഫൈക്കോമൈസിസ് ഓർ സൈഗോമൈസിസ്. മെമ്പേഴ്സ് ഓഫ് ഫൈക്കോമൈസിസ് ആർ ഫൗണ്ട് ഇൻ അക്വാറ്റിക് ഹാബിറ്റാറ്റ്സ് ആൻഡ് ഓൺ ഡീക്കേയിങ് വുഡ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസ് ഓർ ആസ് obligate parasites on plants. The mycelium is aseptate and cenocytic. Asexual reproduction take place by zoospores, that is motile, or by eplanospores, which is non-motile. These spores are endogenously produced in sporangium. A zygospore is formed by fusion of two gametes. These gametes are similar in morphology, that is called as isogamous, or dissimilar, that is called as anisogamous or oogamous. Some common examples are Mucor, Rhizopus, that is also called as bread mold mentioned earlier, and Albugo, the parasitic fungi on mustard. Okay, അപ്പോൾ ഫൈക്കോമൈസിസിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ ആയല്ലോ. ഇനി നമുക്ക് ആസ്കോമൈസിസ്.
ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആസ്കോമൈസിഡ്സ് നോക്കാം. ആസ്കോമൈസിഡ്സിനെ കോമൺലി സാക് ഫംഗസ് എന്നാ പറയുന്നത്. ആസ്കോമൈസിഡ്സ് സാധാരണ മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് ആണ്, പെൻസിലിയം പോലത്തെ ഓർഗാനിസംസ് ആണ്. പക്ഷെ ചിലപ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസംസും ഇതിനകത്തുണ്ട്, അതാണ് ഈസ്റ്റ്. അപ്പോൾ ആസ്കോമൈസിഡ്സ് അല്ലെങ്കിൽ സാക് ഫംഗസ് എന്ന ഫംഗൽ ക്ലാസ്സിൽ വരുന്നതാണ് കേട്ടോ. സക്കറോമൈസിസ് ആണ് ഈസ്റ്റിന്റെ സയന്റിഫിക് നെയിം. ഇത് സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ്, ഡികമ്പോസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പാരസൈറ്റിക് ഫംഗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കോപ്രോഫിലസ് എന്ന് പറഞ്ഞാൽ അതിന് ഡങ്ങിലൊക്കെ വളരാൻ സാധിക്കും. അതിനാണ് കോപ്രോഫിലസ് ഫംഗസ് എന്ന് പറയുന്നത്. അതിന്റെ മൈസീലിയം വന്നിട്ട് ബ്രാഞ്ച്ഡ് സെപ്റ്റേറ്റ് മൈസീലിയം ആണ് അവർക്കുള്ളത്. ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് മൈസീലിയം ഈസ് സീൻ ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അസെക്ഷൽ സ്പോർസ് കൊനീഡിയാണ്. കൊനീഡിയ എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയോഫോറിലാണ്. കൊനീഡിയ ഇറ്റ് ഈസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ഓൺ കൊനീഡിയോഫോർ. അപ്പൊ ഇതാണ് ഒരു കൊനീഡിയോഫോർ എന്ന് പറയുന്നത്. ഇവിടെ കൊനീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ എക്സോജീനസ്ലി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഏറ്റവും മൂത്ത കൊനീഡിയ ഉള്ളത് ഏറ്റവും ആദ്യം ഉണ്ടായ കൊനീഡിയ, അതായത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൊനീഡിയ ഉണ്ടാവുന്ന ടിപ്പിലേക്കായിരിക്കും. അതായത് പുതിയ കൊനീഡിയാസ് എങ്ങോട്ടേ ഉണ്ടാവുള്ളൂ, അതിന്റെ ബേസ് റീജിയനിലേക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ബേസിപീറ്റൽ ഓർഡറിലാണ് കൊനീഡിയ അറേഞ്ച് ചെയ്യുന്ന കൊനീഡിയോഫോറിൽ. ഓക്കെ, ഏറ്റവും മെച്ചുവർ ആയിട്ടുള്ള കൊനീഡിയ ടിപ്പിലും അത് പുതിയ കൊനീഡിയ ബേസിലേക്കും ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ബേസിപീറ്റൽ ഓർഡറിലാണ് കൊനീഡിയ ഉണ്ടാവുക. അതിന്റെ സെക്ഷൽ സ്പോർസ് ആസ്കോസ്പോർസ് എന്നാണ് പറയാ. ആസ്കോസ്പോർസ് എൻഡോജീനസ്ലി ഒരു സാക്കിന്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാലോ, രണ്ട് ഹൈഫകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ രണ്ട് ന്യൂക്ലിയസ് ഇരിക്കുന്നുണ്ടാവും. ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഫയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? ഈ ഹൈഫയിൽ ഒരു സാക്ക് പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ സാക്കിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന സാക്കിന്റെ ഉള്ളിലേക്ക് ഈ പറയുന്ന സൈഗോട്ട് എൻട്രി ചെയ്യും. സി ഹിയർ, ഈ സൈഗോട്ട് ഇങ്ങോട്ട് എൻട്രി ചെയ്യും. എന്നിട്ടാണ് ഇവിടെയാണ് ഡിവിഷൻ നടക്കുന്നത്. ഈ സാക്കിനെയാണ് നമ്മൾ ആസ്കസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ആസ്കസ് എന്ന് പറയും. അതേപോലെ തന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഹൈഫ ഉണ്ടല്ലോ, ആ ഹൈഫ ഡെവലപ്പ് ചെയ്തിട്ട് ആസ്കോ കാർപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആവും. അപ്പൊ ഈ ആസ്കോ കാർപ്പ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയും അതിന്റെ ഉള്ളിലുള്ള ആസ്കസ് എന്ന് പറയുന്ന സാക്കിന്റെ ഉള്ളിൽ ഈ സൈഗോട്ട് ഇങ്ങോട്ട് കയറി ഇവിടെ ഇരുന്ന് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആസ്കോസ്പോർസ് എൻഡോജീനസ്ലി ആസ്കസിന്റെ ഉള്ളില് ആസ്കോ കാർപ്പിന്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. ഇതിന് കുറച്ച് എക്സാമ്പിൾസ്: ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന ഫംഗസ് ആണ് എഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഫ്ലാടോക്സിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു തരം ടോക്സിൻ ആണ് എഫ്ലാടോക്സിൻ. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ആസ്പെർജില്ലസിനെ കൊണ്ട് കഴിയും. അതേപോലെ ക്ലാവിസെപ്സ് പർപ്യൂറിയ എന്ന ഒരു ഫംഗസ് ആണ് എർഗോട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ ബീങ്സിൽ എർഗോട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത് ക്ലാവിസെപ്സ് പർപ്യൂറിയ എന്ന ഫംഗസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എർഗോട്ട് ഫംഗസ് എന്നും പറയുന്നുണ്ട്. ക്ലാവിസെപ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു പേരാണ് എർഗോട്ട് ഫംഗസ് എന്നും പറയും. ഇനി ന്യൂറോസ്പോറ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ന്യൂറോസ്പോറ നമ്മൾ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്കിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡ്രോസോഫില ഓഫ് ദിസ് കിങ്ഡം ഫംഗൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂറോസ്പോറേനെയാണ് കേട്ടോ. അതേപോലെ തന്നെ പല എഡിബിൾ ഫംഗസും ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് മോറൽസ്. ഒരു മോറലിന് എക്സാമ്പിൾ ആണ് മോർച്ചെല്ല എന്ന് പറയുന്നത്. മോറലിന് ഒരു എക്സാമ്പിൾ ആണ് മോർച്ചെല്ല. അതേപോലെ ട്രഫിൾസും മോറൽസും ഒക്കെ എഡിബിൾ ഫംഗസ് ആണ്. അത് ഡെലിക്കസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫംഗസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആസ്കോമൈസിഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. See here, Ascomyces commonly known as sac fungi. The Ascomyces are mostly multicellular, example Penicillium, or rarely unicellular, example yeast. Saccharomyces. They are saprophytic decomposers, parasitic or coprophilous, growing on tongue. Mycelium will be branched and septate. And the asexual spores are conidia produced exogenously on the special mycelium called as conidiophore. Conidia on germination produce mycelium. Sexual spores are called as ascospores, which are produced endogenously in sac-like asci. These asci are arranged in different types of fruiting bodies called as ascocarp. Some examples are Aspergillus, Claviceps and Neurospora. Neurospora is used extensively in biochemical and genetic work. Many members like morels and truffles are edible and are considered as delicacies.
ഇനി നെക്സ്റ്റ് ക്ലാസ് ഫംഗസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ബസീഡിയോമൈസീഡ്സ് ആണ്. ബസീഡിയോമൈസീഡ്സിനെ നമുക്ക് ക്ലബ് ഫംഗൈ എന്നും റെപ്രസെന്റ് ചെയ്യാം. ബസീഡിയോമൈസീഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ക്ലബ് ഫംഗൈ. 1 minute. Okay. ഇത് കോമൺലി നോൺ ബസീഡിയോമൈസീഡ്സ് എന്ന് പറഞ്ഞാൽ മഷ്റൂം, ബ്രാക്കറ്റ് ഫംഗൈ അല്ലെങ്കിൽ പഫ് ബോൾസ്, ഇതൊക്കെയാണ് ബസീഡിയോമൈസീഡ്സിൽ വരുന്നത് കേട്ടോ. ഇത് സോയിലും അതുപോലെ തന്നെ തടിക്കഷ്ണങ്ങളിലും അതുപോലെ ട്രീ സ്റ്റംസിൽ, അതായത് മരത്തിന്റെ ചില്ലയിലും അതുപോലെ ലിവിങ് പ്ലാന്റ് ബോഡീസിൽ പാരസൈറ്റ് ആയിട്ടും ഒക്കെ കാണാറുണ്ട്. അതിന് പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് റസ്റ്റും സ്മട്ടും പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. മൈസീലിയം അവരുടെ ബ്രാഞ്ച്ഡ് മൈസീലിയ ആയിരിക്കും, സെപ്റ്റേറ്റ് മൈസീലിയ ആയിരിക്കും ആസ്കോമൈസീഡ്സിലെ പോലെ തന്നെ. അസെക്ഷൽ സ്പോർട്സ് സാധാരണ പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ആസ്കോമൈസീഡ്സിലെ അസെക്ഷൽ സ്പോർട്സ് കൊനീഡിയ ആയിരുന്നു, ഇവിടെ അസെക്ഷൽ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം അവർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, അതാണ് അവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്സ് ഓർഗൻസ് ഇവർക്ക് ആബ്സെന്റ് ആണ്. ആസ്കോമൈസീഡ്സിൽ സെക്സ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്ന ഹൈഫ ഉണ്ടായിരുന്നു, ഇവർക്ക് സെക്സ് ഓർഗൻ ആബ്സെന്റ് ആണ്. പക്ഷേ രണ്ട് സൊമാറ്റിക് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിന് അവിടെ പ്ലാസ്മോഗ്യാമി എന്നാണ് പറയുന്നത്. അത് രണ്ട് ഡിഫറെന്റ് സ്ട്രെയിൻസിലുള്ളതോ അല്ലെങ്കിൽ ജീനോടൈപ്പിലുള്ളതോ ആയ രണ്ട് വെജിറ്റേറ്റീവ് സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ്, ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സൊമാറ്റിക് സെല്ലാണെങ്കിൽ ഇത് വേറൊരു സൊമാറ്റിക് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ല എന്ന് മാത്രം. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇതിനകത്ത് ആബ്സെന്റ് ആണ് കേട്ടോ. ഇനി ഇത് ഫ്യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡൈക്യാരിയോ ഫേസിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് രണ്ട് ന്യൂക്ലിയസ് കൂടി പ്ലാസ്മോഗ്യാമി നടന്നു കഴിയുമ്പോൾ രണ്ട് ന്യൂക്ലിയസ് കൂടി ഒരു സിംഗിൾ സെല്ലിന്റെ ഉള്ളിൽ വരും. ഈ രണ്ട് ന്യൂക്ലിയസ് അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വെൻ ഇറ്റ് അണ്ടർഗോ ഫ്യൂഷൻ നടക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് അത് സൈഗോട്ടായിട്ട് മാറുന്ന കാണാം. ഫ്യൂഷൻ നടക്കുന്നതിന്റെ ഒപ്പം തന്നെ അത് സൈഗോട്ടായിട്ട് അപ്പൊ ഈ രണ്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് അത് സൈഗോട്ട് ആവുന്നതിന്റെ ഒപ്പം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന വേറൊരു പ്രോസസ് എന്താണെന്നറിയോ? ഈ ഹൈഫ അല്ലെങ്കിൽ ഈ ഒരു ഡൈകാരിയോ ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു സൈഗോട്ട് ഇരിക്കുന്ന ആ ഒരു സെല്ലുണ്ടല്ലോ, ഇതാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. ഈ സൈഗോട്ട് ഇരിക്കുന്ന ഈ ഒരു പോർഷൻ ബസീഡിയോ കാർപ്പായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് കേട്ടോ. ഇത് ബസീഡിയോ കാർപ്പായിട്ട് മാറും. ബസീഡിയോ കാർപ്പായിട്ട് ഇത് മാറുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു ബസീഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. കണ്ട, ബസീഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ഈ ബസീഡിയത്തിന്റെ സർഫസിലാണ് എന്തിരിക്കുന്ന സൈഗോട്ട് ഇരിക്കുന്നത്. ഈ ബസീഡിയത്തിന്റെ സർഫസിലിരിക്കുന്ന സൈഗോട്ട്, അതായത് ബസീഡിയത്തിന്റെ സർഫസിലിരിക്കുന്ന സൈഗോട്ട് എക്സോജീനസ്ലി അത് മിയോട്ടിക് ഡിവിഷൻ നടന്ന് ബസീഡിയോ സ്പോർസ് ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ബസീഡിയോ സ്പോർസ് അവിടെ എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബസീഡിയോ സ്പോർസിന്റെ മേലെ അതിന്റെ സർഫസിലാണ് അത് ബസീഡിയോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബസീഡിയയുടെ സർഫസിലാണ് ബസീഡിയോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സെക്ഷൽ റീപ്രൊഡക്ഷന് ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒന്നുമില്ല. പക്ഷേ അവരുടെ രണ്ട് സൊമാറ്റിക് സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യാം. ഈ സൊമാറ്റിക് സെൽസ് രണ്ട് സ്ട്രെയിൻസിലുള്ള അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ജീനോടൈപ്പിലുള്ളതായിരിക്കും. ഇത് ഫ്യൂസ് ചെയ്യുമ്പോൾ ഡൈക്യാരിയോട്ടിക് സെൽ ഉണ്ടാവും. രണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു സെൽ ഉണ്ടാവും. ഈ രണ്ട് ന്യൂക്ലിയസ് ഉള്ള സെല്ല് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ സെല്ലുണ്ടല്ലോ, ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഈ സെല്ലുണ്ടല്ലോ, ഈ സെല്ല് ബസീഡിയോ കാർപ്പായിട്ട് ഡെവലപ്പ് ചെയ്യും. ബസീഡിയോ കാർപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ രണ്ട് ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവും. ഇതാണ് അതിന്റെ സൈഗോട്ട്. ഈ സൈഗോട്ട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ആ ബസീഡിയോ കാർപ്പിന്റെ ഉള്ളിൽ ഒരു ബലൂൺ പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യുന്ന കാണാം. ഈ ബലൂൺ പോലത്തെ സ്ട്രക്ചറിന്റെ മേലെ ഇരുന്നിട്ടാണ് ഈ ബലൂൺ പോലത്തെ സ്ട്രക്ചറിന്റെ പേരാണ് ബസീഡിയം എന്ന് പറയുന്നത്. ബസീഡിയത്തിന്റെ മേലെയാണ് സൈഗോട്ട് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ബസീഡിയോ സ്പോർസ് ഉണ്ടാകുന്നത്. അപ്പൊ ബസീഡിയോ സ്പോർസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബസീഡിയം എക്സോജീനസ്ലി എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ് കേട്ടോ. ഈ ബസീഡിയ ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഉള്ളിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇതാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. അതിനെ ബസീഡിയോ കാർപ്പ് എന്നാണ് പറയുന്നത്. അതിന്റെ കോമൺ മെമ്പേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അഗാരിക്കസ്, മഷ്റൂം ആണ് അഗാരിക്കസ് എന്ന് പറയുന്നത്. അതുപോലെ യുസ്റ്റിലാഗോ, സ്മട്ട് ആൻഡ് പുക്സീനിയ, റസ്റ്റ് ഫംഗസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ബസീഡിയോ മൈസീഡ്സിന് എക്സാമ്പിൾ ആണ്. അതേപോലെ വേൾഡിലെ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള മഷ്റൂം അതാണ് അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന മഷ്റൂം. അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന മഷ്റൂമും ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ് കേട്ടോ. അമാനിറ്റ മസ്കാരിയ.
Amanita muscaria. Amanita muscaria, that is the poisonous fungus which is present in Basidiomyces. Basidiomyces തന്നെ വരുന്നതാണ് ഈ പറയുന്ന Amanita muscaria എന്ന് പറയുന്ന മഷ്റൂം. ഓക്കെ, so this is all about the Basidiomyces. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Basidiomyces are also called as club fungi. Commonly known form of Basidiomyces are mushroom, bracket fungi or puffballs. They grow in soil, on logs and tree stems and in living plant bodies as parasite. Example, rust and smut. The mycelium is branched and septate. The asexual spores are generally not found, but vegetative reproduction by fragmentation is common. The sex organs are absent, but plasmogamy is brought about by fusion of two vegetative or somatic cells of different strains or genotypes. The resultant structure is dikaryotic, which ultimately gives rise to basidium. Karyogamy and meiosis take place in the basidium proceeding for basidiospores. The basidiospores are exogenously produced on the basidium. Basidiathinte plural aanu basidia. The basidia are arranged in fruiting bodies called basidiocarp. Some common members are agaricus, that is coming under mushroom, Ustilago, smut and Puccinia rust fungus. Mushroominte edible ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്ന ബസീഡിയോ കാർപ്പാണ് കേട്ടോ. ബസീഡിയോ കാർപ്പാണ് അതിന്റെ എഡിബിൾ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഗിൽസ് പോലെ നമ്മൾ ആ കഴിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചർ. നെക്സ്റ്റ് ക്ലാസ് ഫംഗൈ ആണ് ഡ്യൂട്രോമൈസിഡ്സ് എന്ന് പറയുന്നത്. ഈ ഡ്യൂട്രോമൈസിഡ്സ് കോമൺലി പറയുന്ന ഇംപെർഫെക്റ്റ് ഫംഗൈ എന്നാണ്. കാരണം അതിന്റെ പെർഫെക്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐഡന്റിഫൈ ചെയ്യാത്ത ഓർഗാനിസത്തിനെയാണ് ഈ ഡ്യൂട്രോമൈസിഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവിടെ അസെക്ഷൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ദ ഫംഗൈ മാത്രമാണ് അറിയാവുള്ളൂ. സെക്ഷൽ സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് സൈക്കിൾ അത് കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ പെർഫെക്റ്റ് സ്റ്റേജ് കണ്ടുപിടിച്ചാൽ വെൻ സെക്ഷൽ ഫോം ഓഫ് ദീസ് ഫംഗൈ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ, സെക്ഷൽ ഫോം ഓഫ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്റ്റേജ് കണ്ടുപിടിച്ചാൽ അതൊക്കെ അപ്രോപ്രിയേറ്റ് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് സ്റ്റേജ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രം കാണിക്കുന്ന ഓർഗാനിസത്തിനെ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് പിന്നീട് ഡ്യൂട്ടറോമൈസിഡ്സ് എന്ന ക്ലാസ്സിലേക്ക് മാറ്റുകയും ചെയ്ത് സെക്ഷൽ സ്റ്റേജ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്റ്റേജ് കാണിക്കുന്ന ഓർഗാനിസത്തിനെ അത് ഏത് തരത്തിലുള്ള സെക്ഷൽ സ്പോർട്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് ക്ലാസ്സിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷന്റെ സമയത്ത്. പിന്നീട് ഈ ഫംഗസ് കറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് അസെക്ഷൽ സ്റ്റേജും വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സൈക്കിളും മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ള ഗ്രൂപ്പിനെ മുഴുവൻ ഡ്യൂട്രോമൈസിഡ്സിലേക്ക് ഇട്ടു. അത് ഏത് തരത്തിലുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണെങ്കിലും ഏത് തരത്തിലുള്ള അസെക്ഷൽ സ്പോർ പ്രൊഡ്യൂസിംഗ് ആണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാത്ത എല്ലാ ഓർഗാനിസത്തിനെയും കൂടി കൂടിയിട്ട് ഡ്യൂട്രോമൈസിഡ്സ് എന്ന ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യം ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോൾ അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യും, അതിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് കാണിക്കാത്ത ഓർഗാനിസത്തിനെ എല്ലാത്തിനെയും കൂടി ഒരു ഗ്രൂപ്പാക്കി മാറ്റി ബാക്കി സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിനെ എല്ലാത്തിനെയും കൂടി അപ്രോപ്രിയേറ്റ് ക്ലാസ്സിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പില് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാത്ത ഒരു ഗ്രൂപ്പിലുള്ള ഓർഗാനിസത്തിനെ വീണ്ടും സ്റ്റഡി ചെയ്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൽ സ്റ്റേജോ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ അപ്രോപ്രിയേറ്റ് ക്ലാസ്സിലേക്ക് മാറ്റി ബാക്കി എല്ലാത്തിനെയും കൂടിയിട്ട് ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തു. അതാണ് ഡ്യൂട്രോമൈസിഡ്സ് എന്ന് പറയുന്നത്. ഡ്യൂട്രോമൈസിഡ്സ് എന്ന് പറയുന്ന ഇംപെർഫെക്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. അതായത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഫംഗസ് ആണ്. അതായത് പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ സെക്ഷൽ സ്റ്റേജ് ആണ്. പെർഫെക്റ്റ് സ്റ്റേജ് ഓഫ് ഡ്യൂട്രോമൈസിഡ്സ് എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചാൽ അത് either it will be moved to ascomycetes or it will be moved to basidiomycetes. അതിന്റെ ക്യാരക്ടർ അനുസരിച്ച് അത് ആസ്കോമൈസിസിലേക്കോ ബസിഡിയോമൈസിസിലേക്കോ അല്ലെങ്കിൽ ഫൈക്കോമൈസിസിലേക്കൊക്കെ മൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഡ്യൂട്രോമൈസിഡ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുവരെ കണ്ടുപിടിച്ച അസെക്ഷൽ സ്പോർസ് വഴി മാത്രമാണ്. ദാറ്റ് ഈസ് ബൈ കൊനീഡിയ. ഇതിന്റെ മൈസീലിയം എങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്റ്റേറ്റ് മൈസീലിയം, ബ്രാഞ്ച്ഡ് മൈസീലിയാണ് കാണുന്നത്. ആസ്കോമൈസിഡ്സിലും ബസിഡിയോമൈസിഡ്സിലും ഡ്യൂട്രോമൈസിഡ്സിലും സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് മൈസീലിയാണ് കാണുന്നത് കേട്ടോ. അതേപോലെ ചില മെമ്പേഴ്സിൽ സ്പോറോഫൈറ്റ് ചില മെമ്പേഴ്സ് അത് സ്പോറോഫൈറ്റ് അല്ലെങ്കിൽ പാരസൈറ്റ് ഫോമിലായിരിക്കും കാണുക. വേറെ ചിലത് ലിറ്ററിനെയൊക്കെ ഡികമ്പോസ് ചെയ്യുക. ലിറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിന്റെ ചില
ചില്ലകളൊക്കെ വീണ് കിടക്കുന്നില്ലേ, അതിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യാനും അതുപോലെ മിനറൽ സൈക്ലിങ്ങിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന്റെ 2-3 എക്സാമ്പിൾസ് ആണ് ഓൾട്ടർനേറിയ, കൊളറ്റോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. ഇതിന്റെ എക്സാമ്പിൾസ് സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ഡ്യൂട്ടറോമൈസിഡ്സ്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് imperfect fungi because only the asexual or vegetative phase of these fungi are known. When the sexual form of these fungi were discovered, they were moved into classes they rightly belong to. It is also possible that the asexual and vegetative stage have been given one name and placed under Deuteromyces afterwards, and the sexual stage another and placed under another classes. Later, when the linkage were established, the fungi were correctly identified and moved out of Deuteromyces. Once perfect stage or sexual stages of members of Deuteromyces were discovered, they were often moved to Ascomyces and Basidiomyces. The Deuteromyces reproduce only by asexual spores called as Conidia. Mycelium is septate and branched. Some members are saprophytes or parasite, while a large number of them are decomposers of litter and help in mineral cycling. Litter എന്ന് പറയുന്ന മരത്തിന്റെ ചില്ലകളൊക്കെ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്ന ഓർഗാനിക് മാറ്ററിനെയാണ് ലിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. സം എക്സാമ്പിൾസ് ഫോർ ദിസ് ആർ ഓൾട്ടർനേറിയ, കൊളറ്റോട്രിക്കം ആൻഡ് ട്രൈക്കോഡെർമ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 4 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കിങ്ഡം, പ്ലാന്റ്, ആനിമേലിയ, വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻ ഇതൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ.